സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എത്രയൊക്കെ പുരോഗമനവാദം പറഞ്ഞു കഴിഞ്ഞാലും ഒരു പെൺകുട്ടിയല്ലേ, വല്ല അബദ്ധത്തിലും ചാടുമോ എന്നുള്ള പേടിയിൽ രാധികയാണെങ്കിൽ നമ്മുടെ ദേവികയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ശാരിയുടെ വർത്താനവും പെരുമാറ്റവും രീതികളൊന്നും അവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. അച്ഛനോടോ അമ്മയോടോ താൻ സ്നേഹിക്കുന്ന പുരുഷൻ ആരാണെന്ന് പറയാൻ പോലും മടി കാണിക്കുന്ന ഈ ഒരു പെരുമാറ്റത്തിനോട് നല്ല പേടി തോന്നിക്കുന്നു. ഇനി എന്തെങ്കിലും മണ്ടത്തരത്തിൽ ചെന്ന് എടുത്തു ചാടി പിന്നീട് കടന്ന് വിഷമിക്കുന്നതിനേക്കായി നല്ലത് ശാരികയെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ദേവികയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അപ്പോഴാണെങ്കിൽ ശാരിക ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത് ദേവിയുടെ പോലും വായടപ്പിക്കുന്നു. ചന്ദ്രോത്ത് വീട്ടിൽ കല്യാണം കഴിച്ച് പോയ അന്ന് മുതൽ ഇന്ന് വരെയും വിഷമിച്ചുകൊണ്ടിരിക്കുമല്ലേ, എന്നിട്ടും ചേച്ചി വീണ്ടും അവിടെ തുടരുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ളൊരു ചോദ്യം കൊണ്ട് ദേവികയുടെ വായടപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ രാധികയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ഒരമ്മ എന്ന സ്ഥാനം ഉപയോഗിച്ച് മകളെ നിയന്ത്രിക്കാൻ നോക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് റെസ്പെക്റ്റും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നത് എൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ്. അതിനപ്പുറം എൻ്റെ തീരുമാനങ്ങളെ ആരും അടിച്ചേൽപ്പിക്കാൻ വരണ്ട. നിങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാം, പക്ഷെ അത് കേൾക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് താനാണെന്നും തനിക്ക് തീരുമാനം എടുക്കാനുള്ള പ്രായവും പക്വതയൊക്കെ ഉണ്ട്. തൻ്റെ ജീവിതത്തിൽ ആരും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും വായടപ്പിച്ച് ശാരിയാണെങ്കിൽ വീട് വിട്ടിറങ്ങിപ്പോകുന്നു. തൻ്റെ ഫ്രണ്ടിനെ കാണാമെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും രാധിക ദേവികയോട് പറയുന്നുണ്ട്, അവളുടെ ഫ്രണ്ട് ആരാണെന്ന് അറിയാമോ, അവൾ സ്നേഹിക്കുന്ന കാമുകനായിരിക്കും. പിന്നാലെ പോയി കഴിഞ്ഞാൽ ആരുടെ പിന്നാലെയാണ് പോകുന്നതെന്നെങ്കിലും മനസ്സിലാക്കാം എന്ന് പറയുമ്പം എന്തിനാമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് പറയാവുന്നേ ഉള്ളൂ. അവൾ പക്വതയുള്ള കുട്ടിയാ, എൻ്റെ കാര്യം സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റുമെന്നല്ലേ പറയുന്നത്, നമുക്ക് ആർക്കും ഒന്നും പറയാനോ ചെയ്യാനോ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം മാധവനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ചോദിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞു? ഇല്ല, സമയമാകുമ്പം അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു. അതേസമയം മുരളിയേട്ടനെ കാണുന്ന ശാരികയാണെങ്കിൽ സത്യങ്ങളെല്ലാം എല്ലാവരുടെയും തുറന്നു പറഞ്ഞ് എൻ്റെ ദേഷ്യം മുരളിയോട് തീർക്കുന്നുണ്ട്. കാരണം ആരുടെയും പറയരുത് എന്ന് പറഞ്ഞ് വിശ്വസിച്ചൊരു രഹസ്യം പറഞ്ഞിട്ട് മുരളിയേട്ടൻ ഇങ്ങനെ ചതിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് മുരളിയേട്ടൻ്റെ കരളിൽ കൊള്ളുന്ന രൂപത്തിൽ കുറേ വർത്തമാനം പറഞ്ഞ് ശാരികയാണെങ്കിൽ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ശാരിക ഇത്രയധികം മാറിപ്പോയെന്ന് ഞാൻ അറിഞ്ഞില്ല. മോൾ എത്രയൊക്കെ ന്യായീകരിച്ചാലും ഈ പ്രായത്തിലെത്തുമ്പോഴേ മോൾക്ക് ആ ഒരു വിഷമം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരച്ഛനമ്മമാരുടെ മനസ്സ് 3 വീട്ടുകാരെ ബാധിക്കുന്ന കാര്യമാണ്. ആ ഒരു രഹസ്യം അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ 3 വീട്ടുകാരെയാണ് ബാധിക്കുന്നത്. ചന്ദ്രോത്ത് വീട്ടുകാർ, ഞങ്ങളുടെ വീട്, അതുപോലെ ശാരിയുടെ വീട്ടുകാരെയും നന്നായിട്ട് ബാധിക്കും. അതൊന്നും ആരും അറിയേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതമാണ്, എൻ്റെ ഇഷ്ടമുള്ള രൂപത്തിൽ ഞാൻ ജീവിക്കും. ചിലപ്പം വിവാഹം കഴിക്കും, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നില്ലെന്നിരിക്കും. ആരും എൻ്റെ രക്ഷകർത്താവാൻ നോക്കണ്ട. ഞാൻ എൻ്റെ സ്നേഹം തുറന്നു പറഞ്ഞ ആ സമയം മുതൽ എനിക്ക് രക്ഷകർത്താക്കളുടെ എണ്ണം കൂടിയിരിക്കുക. ഇപ്പം മുരളിയേട്ടനും എൻ്റെ കൂടെ ആയിരിക്കുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് മുരളിയാണെങ്കിൽ താൻ പറഞ്ഞു പോയ ആ ഒരു കാര്യം ഏറ്റു പറഞ്ഞ് മാപ്പ് പറയുന്നുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും തന്നെ വിളിക്കണം, ആ ഒരു ദേഷ്യമൊന്നും എന്നോട് കാണിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കും അത് കേട്ടിട്ട് ശാരികയാണെങ്കിൽ ഒട്ടും കൂസലില്ലാതെ അങ്ങ് പോകുന്നുണ്ട്. അതേസമയം രജനി തൻ്റെ ഒരു ആഗ്രഹം ഗിരിയെ അറിയിക്കുന്നു, തനിക്കൊരു മസാല ദോശ കഴിക്കണം, മാത്രമല്ല ഇന്ന് വൈകിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ഗിരി പറയുന്നു, മസാല ദോശ അമ്മയുടെ വകയല്ലേ, അത് മേടിച്ച് തരാം. ഇനി അതിനപ്പുറം കൂടുതൽ ഇരുന്ന് സംസാരിച്ച് ആ ദോശ മേടിക്കുന്നതിൻ്റെ ആ ഒരു ത്രില്ല് വരെ ഇല്ലാണ്ടാക്കണ്ട. അതേസമയം അമ്മ ചോദിക്കുന്നുണ്ട്, എങ്കിലും ആ ഫയൽ എങ്ങനെയായിരിക്കും നഷ്ടമായത്, ചന്ദ്രോത്ത് വീട്ടിൽ വന്ന് മറ്റാരും എടുക്കില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് രജനിയാണെങ്കിൽ പറയുന്നു, ദേവിക എവിടെയെങ്കിലും മറന്നു വെച്ച് കാണും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തു കാണും, അല്ലാതെ പിന്നെ ആ ഫയൽ എങ്ങനെ പോകാനാ, ചന്ദ്രോത്ത് വീട്ടിൽ വേറെ ആരും വന്ന് എടുക്കില്ല എന്ന് പറഞ്ഞ് ദേവികയാണ് അവൾ വീണ്ടും കുറ്റപ്പെടുത്തുന്നത്. അപ്പം ഗിരിക്കാണെങ്കിൽ ആ സംസാരത്തിനോട് താല്പര്യമില്ലാതെ പുള്ളിയാണെങ്കിൽ എണീറ്റ് പോകുന്നു. അതേസമയം മസാല ദോശ മേടിക്കാൻ വേണ്ടിയിട്ട് ഗിരി പുറത്തേക്ക് പോകുന്നു. കറക്റ്റ് ടൈമിന് ശാരികയാണെങ്കിൽ റെഡിയായി വന്ന് സ്നേഹിക്കുന്ന പയ്യനെ കാണാതെ കോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും നാളത്തെ എപ്പിസോഡോടെ ആളാരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സംസാരം കേട്ടിട്ട് ഋഷിയാണെന്നാണ് തോന്നുന്നത്, ഇതുവരെ എത്തിയില്ല, ഞാൻ പഞ്ച്വാലിറ്റി ഉള്ള ആളാണ്, ഇത്രയും വൈകുന്നത് എന്താണെന്നൊക്കെ ശാരി വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് തിരക്കുകളൊക്കെ പറയുന്നു. എനിക്ക് മനസ്സിലായി, അങ്ങനെ മനഃപൂർവ്വം എന്നെ കാണാൻ വേണ്ടിയിട്ട് വൈകിക്കില്ലെന്ന് എനിക്കറിയാം, എങ്കിലും എത്രയും പെട്ടെന്ന് വരണമെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്ന സമയത്ത് ഗിരിയാണെങ്കിൽ ശാരിക സാരി ഉടുത്ത് നിൽക്കുന്നത് കണ്ട് ശാരിയാണോ എന്നൊരു ഡൗട്ടിൻ്റെ പുറത്ത് അങ്ങോട്ട് ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ശാരി തന്നെയാ, എനിക്കൊരു സംശയം തോന്നി അങ്ങനെ വന്നതാ, ആളാകെ മാറിപ്പോയല്ലേ, ചുരിദാർ ഇട്ടുകൊണ്ട് കിടന്ന് കൊച്ചു പെൺകുട്ടി ഇപ്പോൾ സാരിയൊക്കെ കൊടുത്ത് വലിയ മുതിർന്ന പെൺകുട്ടി ആയല്ലോ എന്ന് പറയുമ്പം
കാലം മാറിയില്ലേ, ഇനി എനിക്ക് ഇത്തിരി മാറ്റമൊക്കെ വേണ്ടേ എന്ന് ശാരികയാണെങ്കിൽ മറുപടി ചോദിക്കുന്നു. അല്ല, ഇവിടെ നിൽക്കുന്നത് എന്തിനാ, ആരെങ്കിലും കാത്തു നിൽക്കുവാണോ എന്ന് ചോദിക്കുമ്പം ശാരി എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്നുണ്ട്. കാരണം ശാരിക സ്നേഹിക്കുന്ന പയ്യൻ അധികം താമസിക്കാതെ ഇങ്ങോട്ടേക്ക് എത്തും. ആ ആളെങ്ങാനും ഇനി ഗിരിയേട്ടൻ കാണുമോ എന്നുള്ള ടെൻഷനാണ് ശാരി അലട്ടുന്നത്. എന്താകും, കാത്തിരിക്കാം.